പണ്ഡിറ്റ് ഇതാ നല്ലൊരു കൈ മഴത്തുള്ളികൾ മണ്ണിന് കുളിരായി പെയ്യും പോലെ ദേഹമുത്തുകൾ മനസ്സിന് കുളിരായി പെയ്യും പോലെ അലയടിക്കും കടലും പ്രണയിക്കും മനസ്സും ആദ്യമായിട്ടാണ് ബത്തേരിയിൽ സുൽത്താൻ ബത്തേരിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സുൽത്താൻ ബത്തേരി ഞാൻ മുൻകാലങ്ങളിൽ പലപ്പോഴായി വന്നിട്ടുണ്ട്. പണം വരും പോകും, പ്രണയം വരും പോകും, ഉറക്കം വരും പക്ഷേ പോകൂല പോകൂല. ദേ കിടന്നു ദാ ഉറങ്ങി, ദേ കിടന്നു ദാ ഉറങ്ങി. ലവ് ഈസ് നോട്ട് എ ഡീൽ ബട്ട് എ ഫീൽ. ലവ് ഈസ് നോട്ട് എ ഡീൽ ബട്ട് എ ഫീൽ. പണം വരും പോകും, പ്രണയം വരും പോകും, ഉറക്കം വരും പക്ഷേ പോകൂല പോകൂല. ദേ കിടന്നു ദാ പറ്റില്ല മോളെ പറ്റത്തില്ല. അല്ലറ ചില്ലറ കീറിയ സാരി അഡ്ജസ്റ്റ് ചെയ്തോണം. മനസ്സിലാക്കുക, എവിടെ സുഖമുണ്ടോ അവിടെ ദുഃഖമുണ്ട്. ദുഃഖവും സുഖവും വരും. സന്തോഷം വിചാരിക്കുന്നിടത്തൊക്കെ സന്താപമുണ്ട്. അതേസമയം ശാന്തി സമാധാനം, ശാന്തിയും സമാധാനം എന്ന് പറഞ്ഞാൽ ഒറ്റ ഫേസേ ഉള്ളൂ. സന്തോഷത്തിന് ദുഃഖം ഉണ്ടാകും, ദുഃഖമുള്ളിടത്ത് സുഖവും, സന്തോഷമുള്ളവർക്ക് സന്താപം വരുമ്പോൾ ശാന്തി അല്ലെങ്കിൽ സമാധാനം, അതിനൊറ്റ ഫേസേ ഉള്ളൂ. ഇദ്ദേഹത്തിൽ അച്ഛൻ പറഞ്ഞു, ഒരു ഈശാവാസ ഉപനിഷത്തിലൊരു ഇത് പോയിട്ടുണ്ട് പറയാം. ഈശാവാസയിലും സർവം അതിൽ പറഞ്ഞത് തേന തെക്തേന മുഞ്ചിതഹ. അച്ഛൻ പറഞ്ഞു തേന തെക്തേന മുഞ്ചിതഹ.
അതായത് എന്ത് കാര്യം ത്യജിച്ചിട്ടേ ഭുജിക്കാവൂ എന്ന് പറയണം. അപ്പൊ നമുക്ക് ഒരു ആപ്പിൾ കിട്ടുകയാണെങ്കിൽ ആ ആപ്പിൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്നൊരു ചിന്ത വെച്ചതിന് ശേഷം ഈ ആപ്പിൾ കഴിക്കണം. 9947725911. നമ്പർ ഇല്ലോ. ഞാനൊക്കെയാണെന്ന് കരുതി മകന്റെ മുന്നിൽ ഉണ്ടാവില്ല. സംസ്കാരം തറവാടിത്തം ഉണ്ടായിരിക്കുന്നതാണ്. അല്ലാതെ നാക്കുകൊണ്ട് കോവിട്ട് തിരഞ്ഞെടുക്കേണ്ടതല്ല. പക്ഷെ അവിടെ നിന്ന് പേരിട്ട് വിളിച്ചാൽ പക്ഷെ അവിടെ ആയില്ല. നടക്കാൻ പല വഴി, നശിക്കാൻ 100 വഴി, നേടാൻ ഒരു വഴി. അതാണ് ആദിത്യവർമ്മയുടെ വഴി. ആദിത്യവർമ്മ തടയുന്നൊന്നും ആർക്ക് നൽകാനാവില്ല. ആദിത്യവർമ്മ നൽകുന്നൊന്നും ആർക്ക് തടയാനാവില്ല. ഉഡായിപ്പ് കളിക്കല്ലേ, പണിപ്പാളും. ഇതാണ് എന്റെ മിനിമോട്ട് അച്ഛൻ എന്ന സിനിമയിൽ ഏറ്റവും ചെറിയതാണ്. ഇതാ നല്ലൊരു കൈയ്യോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇപ്പൊ രാവിലെ നമ്മൾ ഒരാൾ വരുന്നു, ആണായാലും പെണ്ണായാലും വൈകുന്നേരം മുമ്പേ തിരിച്ചു പോകണം. ആ ഒരു ശൈലി അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ് മുഴുവൻ ഒഴിവാക്കുകയാണ്. വെറുതെ 5 സ്റ്റാർ ഹോട്ടലും മറ്റൊക്കെ ഒഴിവാക്കി എല്ലാം സാധാരണമായ രീതിയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന് ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ ചെയ്യുന്ന പോലെ രാവിലെ വന്ന് വൈകുന്നേരം എല്ലാവരും തിരിച്ചു പോകുന്നു. ഇങ്ങനെയും ചിന്തിക്കാം. ഒരു ഇന്ത്യൻ ഇവർ പറഞ്ഞ വെച്ചാൽ ഞങ്ങൾക്ക് മാത്രമേ സിനിമയുള്ളൂ. ഞാൻ പറയട്ടെ, മലയാള സിനിമ എന്ന ആരുടെ തറവാട്ട് വകയില്ലെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കണം. പ്രേമം എന്ന് പറയുന്ന ഒരു ബിസിനസ് അല്ല, അതൊരു അനുഭൂതിയാണ്. നായികയായി നീ വന്നപ്പോൾ ഞാൻ ഭാവനയറ്റ കവിയായി മാറി, ഭാവനയറ്റ കവിയായി മാറി. പൂവിതൾ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ നല്ല സ്ഥലങ്ങൾ, നല്ല പറമ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ സ്വന്തം നാട്ടിലെ ഒരു പാട്ട് സീൻ എടുക്കാൻ വേണ്ടിയിട്ട് ന്യൂയോർക്കിലും സ്വിറ്റ്സർലൻഡിലൊക്കെ പോയി കുറെ കാശ് കത്തിക്കുന്ന സമയം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും സ്ഥലങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ടൂറിസം ഡെവലപ്മെന്റ് ഒക്കെ ഗുണം ചെയ്യും എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്. നല്ല
എന്റെ ഫോണിൽ കിട്ടിയില്ലെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും അയക്കും, സാർ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അത് ബന്ധപ്പെട്ടത് ഇന്നാണ് സാർ പോയി ചെയ്യുന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ സിനിമയിൽ 8 പാട്ട് വെച്ചിട്ടാണ്. അപ്പൊ എന്തായാലും ഈ കേരള സംസ്ഥാനം അധികം വേഗാതെ കംപ്ലീറ്റ് ആവും. കാരണം എനിക്ക് ഇത് എടുത്തെടുത്ത് ഒരുവിധ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ഞാനിപ്പോ 2 സിനിമയുടെ വർക്കിലാണ്. ഒന്ന് ടിൻഡു മോൻ എന്ന പ്രൊഡ്യൂസർ, രണ്ടാമതായിട്ട് നീലിമ നല്ല കുട്ടിയാണ് വേഴ്സസ് ചിരഞ്ജീവി IPS. ഈ 2 സിനിമകളോടൊപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെ സന്തോഷ് പണ്ഡിറ്റ് ഷോ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് യൂട്യൂബിൽ. അത് കുറച്ച് എല്ലാ ആഴ്ചയും സംസാരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് ഷോ. പിന്നെ എന്റെ ഫേസ്ബുക്ക് സന്തോഷ് പണ്ഡിറ്റ് ഒഫീഷ്യലിനാണ്. എല്ലാ ദിവസവും ഞാൻ ഈവനിങ് സാധാരണ രീതിയിൽ ഉണ്ടാവാറുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് ഒഫീഷ്യൽ ലൈക്ക് ചെയ്യാം. കൈകൊട്ടി പാട്ട് പാടി നമ്മടി കണികയിട്ടു മൊത്തം വേസ്റ്റ് അളിയാ മൊത്തം വേസ്റ്റ്. റോഷനല്ല അഭിഷേക് ബച്ചനല്ല പാവം പണ്ഡിറ്റ് അയ്യോ പാവം പണ്ഡിറ്റ്. കുനിഞ്ഞു നോക്കി കരഞ്ഞു നോക്കി മെസ്സേജ് മൊത്തം വേസ്റ്റ് അളിയാ മൊത്തം വേസ്റ്റ്. കൈകൊട്ടി പാട്ട് പാടി നമ്മടി കണികയിട്ടു മൊത്തം വേസ്റ്റ്. റോഷനല്ല അഭിഷേക് ബച്ചനല്ല പാവം പണ്ഡിറ്റ് അയ്യോ പാവം പണ്ഡിറ്റ്. പണിപ്പാളി മോളെ നീലിമേ പണിപ്പാളി മോളെ നീലിമേ. കണിഞ്ഞു നോക്കി കുനിഞ്ഞു നോക്കി കരഞ്ഞു നോക്കി മെസ്സേജ് മൊത്തം വേസ്റ്റ് അളിയാ മൊത്തം വേസ്റ്റ്. കൈകൊട്ടി പാട്ട് പാടി നമ്മടി കണികയിട്ടു മൊത്തം വേസ്റ്റ് അളിയാ മൊത്തം വേസ്റ്റ്. റോഷനല്ല അഭിഷേക് ബച്ചനല്ല പാവം പണ്ഡിറ്റ് അയ്യോ പാവം പണ്ഡിറ്റ്. മന്ദബുദ്ധിയായ നിന്നെ
കരഞ്ഞു നോക്കി മെസ്സേജ് അയച്ചു മൊത്തം വേസ്റ്റ് അല്ല മൊത്തം വേസ്റ്റ് കൈകൊട്ടി പാട്ട് പാടി നമാടി കാണിക്കയിട്ടു മൊത്തം വേസ്റ്റ് അല്ല മൊത്തം വേസ്റ്റ് കുത്തിക്ക് റോഷനല്ല അക്ഷിക്ക് പച്ചനല്ല പാവം പണ്ഡിറ്റ് അയ്യോ പാവം പണ്ഡിറ്റ് പിന്നെ എന്തൊരപ്പി ഇത് അപ്പീന്നാ എവള് പുരിയാണ് കേട്ടാ